രജനികാന്ത് ചെയ്യുന്ന വളരെ ചെയ്യുന്ന സംഭവമാണ്. രജനികാന്ത് എനിക്കൊന്ന് ബാബ സമയത്ത് ആദ്യമായിട്ട് ഇത് കേട്ടത്, കാരണം അത്രയും നാളൊന്നും പുള്ളിക്ക് അത്രയും വലിയ ഫെയിലിയർ വന്നിട്ടില്ല, എന്ത് ചെയ്താലും ഹിറ്റാവുന്നൊരു സമയമായിരുന്നു. ബാബ അൺഎക്സ്പെക്റ്റഡായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ചെയ്ത് ടാങ്ക് ചെയ്തു, ബോക്സ് ഓഫീസിൽ തകർന്ന തരിപ്പണമായപ്പോഴാണ് പുള്ളി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പൈസ കൊടുത്തു, തിരിച്ചു കൊടുത്തു. അതായത് അന്ന് പ്രൊഡക്ഷൻ എടുത്തിട്ട് അപ്പം തന്നെ സെയിൽ ചെയ്യുന്ന പരിപാടി. ഇപ്പോഴൊക്കെയാണ് പ്രൊഡ്യൂസർമാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം മാർക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒറ്റ ടീമാണ്. അപ്പോൾ എല്ലാം അവരുടെ തന്നെ നിൽക്കും. പക്ഷെ പണ്ട് അങ്ങനെയല്ലേ, 30 കോടിക്ക് പടം എടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക. പടം തീർന്ന അപ്പം തന്നെ 32 കോടിക്ക് അയാൾ വിൽക്കും. അയാൾക്കപ്പം അത്രയും മതി. അപ്പോഴും പ്രൊഡ്യൂസർക്കല്ല, അപ്പോൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിലാണ് ലാഭം. അപ്പോൾ അയാൾ 32 കോടി അന്ന് വാങ്ങിച്ചിട്ട് അടുത്ത 100 ദിവസം കൊണ്ട് ആ പടം കളക്ട് ചെയ്ത് അയാൾ ഒരു 35 കോടി ഉണ്ടാക്കുന്നു. ഇതൊക്കെ അന്നത്തെ രീതികൾ. അപ്പം അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് രജനികാന്ത്, പ്രൊഡ്യൂസർ സേഫ് ആയി കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടറിന് രജനികാന്ത് സേഫ് ആക്കി, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത്. കാരണം പുള്ളിയുടെ ഫണ്ടിൽ നിന്ന് പകുതി കൊടുത്താൽ സേഫ് ആവുമല്ലോ. പുള്ളി അങ്ങനെ പലർക്കും റിഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റ് അത് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കണം. ആർട്ടിസ്റ്റിന് നഷ്ടമില്ല അതുകൊണ്ട്, കാരണം ആർട്ടിസ്റ്റ് 50 കോടി രൂപ വാങ്ങിച്ചു. ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ഫീ അതിൻ്റെ പകുതിയിൽ നിന്ന് തന്നെ കൂട്ടിക്കും. ബാക്കി സ്റ്റാർ വാല്യൂ ആണെങ്കിൽ ആർട്ടിസ്റ്റ് പകുതി സ്റ്റാർ വാല്യൂ മീറ്റ് ചെയ്തില്ലെങ്കിൽ കൊടുക്കണം.